ചൈനയിൽ വന്നിട്ട് ഇതുവരെ പുറത്ത് പോയില്ലേ എന്ന് ചോദിച്ചവരോട് ഞാൻ ചൈനയിൽ വന്നിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പം ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഒരു നൈറ്റ് ടൈമിൽ ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോയ വ്ളോഗ്. സോ നമുക്ക് നേരെ പോകാം. നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ട് കാറിലാണ് പോകുന്നത്. ഇവിടുത്തെ കാറുകളുടെ മെയിൻ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നല്ല പുക മണമാണ്. യു ഗോട്ട് ഇറ്റ്? ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. അതായത് നല്ല മണമാണ് എല്ലാ കാറിലും. പിന്നെ മണപ്പിച്ചിരിക്കാം നമുക്ക് അത്ര വരെ. ബോധമുണ്ടെങ്കിൽ കാണാം. ബൈ. ഇതാണ് ടവർ. ചൈനയിലെ വളരെ പ്രസിദ്ധമായ കാൻടൺ ടവർ. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ എപ്പോൾ ആ ടവറിൻ്റെ പേര് പറഞ്ഞാലും തെറ്റിച്ച പറയുള്ളൂ. അപ്പോൾ ഈ സാധനം നമ്മൾ വളരെ അടുത്ത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചൈനയിലെ കുറേ വീഡിയോസ് അയച്ച് എൻ്റെ ചേച്ചി അവിടെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെല്ലാം കാണുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല ഞാൻ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണമുണ്ട്. ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ ഫ്ലാറ്റ് ഉള്ളത്. നമുക്കിവിടെ കാണാൻ മാത്രമായിട്ടുള്ളത് ഈ ഒരു ടവർ ഉണ്ട്, പിന്നെ ഒരു ചൈന മാർക്കറ്റ് ഉണ്ട്, ഒരു സൂ ഉണ്ട്. ഇതിൽ കൂടുതൽ നമുക്കിവിടെ വേറെ ഒന്നും അധികം കാണാനില്ല. പിന്നെ കാണാൻ വേണ്ടി നമുക്ക് പോകണമെങ്കിൽ ട്രാവലിൽ തന്നെ അത്യാവശ്യം നല്ല ടൈമുണ്ട്. അപ്പം ആകപ്പാടെ നമുക്കൊരു ഞായറാഴ്ച മാത്രമാണ് ടൈം ഉണ്ടാവുക. ആ സമയത്ത് അത്രയും ട്രാവൽ ചെയ്ത് പിന്നെ തിരിച്ച് ട്രാവൽ ചെയ്ത് കാണാനുള്ള മനസ്സ് എനിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. എന്തായാലും തൽക്കാലം നിങ്ങളുടെ ഈ ടവർ കണ്ട് ഒന്ന് സന്തോഷിക്കൂ. നമുക്ക് നേരെ അതിന് അടുത്തൊക്കെ പോയി കാണാം, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതിൻ്റെ തിരക്കാണ് ഗ്ലൈസ് അല്ല ഗായ്സ്. നമ്മുടെ വൈറ്റിലെ ജംഗ്ഷനിൽ പോലും ഉണ്ടാവില്ല. യൂട്യൂബിൽ തിളങ്ങും. നമ്മൾ പയ്യെ അവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും 2 ചൈന കുട്ടികൾ വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കാൻ വന്ന് നിന്നു കേട്ടോ. അവർക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഫോറിനേഴ്സിനെ കാണുമ്പോഴേക്കും. അപ്പോൾ അവിടെ ക്രൂയിസ് ഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകേണ്ടത്. നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം. പിന്നെ ഈ ടവറിൻ്റെ മേളിൽ കയറാൻ ഒരാൾക്ക് 400 RMB കൊടുക്കണം, അതായത് നാട്ടിലെ 4000 രൂപ. അത്രമാത്രം എനിക്ക് കാണേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പുറത്തുനിന്ന് മാത്രമാണ് കണ്ടത് കേട്ടോ. നമുക്ക് അതിൻ്റെ ക്ലോസ് വ്യൂസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം, വഴിയെ കാണിച്ചു തരാം. അവിടെ ആയിട്ട് ഈ പിള്ളേരെ പറ്റിക്കാനായിട്ട് നമ്മുടെ ഈ കാൻടൺ ടവറിന്റെ അതേ ഷേപ്പിലുള്ള ബോട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ടായി. പിള്ളേരെ പറ്റിക്കുന്ന കൂട്ടത്തിൽ ഞാനും കൂടി ഒന്ന് അതിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് പറ്റിക്കപ്പെടാമല്ലോ, ഒരു കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കതിലെ വെള്ളം വേണമെന്ന് ഒരു കാര്യമില്ല, ചുമ്മാ രസ്ന കളിക്കിയ പോലത്തെ ഒരു വെള്ളമാണ്. ആ കുപ്പി കണ്ടുകൊണ്ട് മാത്രം കേട്ടോ. അതിന് 250 രൂപയാണ് ഈ ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില. അതായത് നാട്ടിൽ 250 കേട്ടോ. അവിടുത്തെ നാട്ടിൽ 250 മേളിലാവും, അവിടുത്തെ 25 RMB ആണ്. പക്ഷെ എനിക്കൊരു മനസ്സുഖത്തിന് ഞാനതങ്ങ് വാങ്ങിച്ചു. അങ്ങനെ അതും മേടിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തപ്പോഴേക്കും എനിക്ക് ചെറിയൊരു മനസ്സമാധാനം കിട്ടി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ടവർ ഞാൻ കാണിച്ചു തരുന്നത് ഇത്രയുണ്ട്, നമ്മൾ ആകാശം മുട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളത് നോക്കി കഴിഞ്ഞാൽ മേഘം കടന്നാണ് ഈ ടവർ നിൽക്കുന്നത്. ഇതൊരു പൈനാപ്പിളോ മാംഗോയോ എന്തായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ പറയണത്. വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ വന്ന വഴിയുള്ള ബ്രിഡ്ജാട്ടോ അത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ, ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറാണ്. ആക്ച്വലി നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും, അത്ര ഹൈറ്റിലുള്ള ഒരു സംഭവമാട്ടോ ഇത്. ഇങ്ങനത്തെ ഒരുപാട് ക്രൂസ് ഷിപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കയറാനായിട്ട് എന്തോ 1500 2000 രൂപയായിട്ട് കൊടുക്കണം നാട്ടിലേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ അനാവശ്യമായി പൈസ ചിലവാക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. ഇത് കയറിയിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചിട്ട് വരും അവർ, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ കയറാൻ നമ്മൾ കുറേ നേരം ക്യൂ നിൽക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനൊന്നും വലിയ മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അതിന് മേളിൽ കയറിയെന്ന് നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്, അതിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നത്, സോറി അത് ആ ഒരു ഇത് കടന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ രസിക്കുകയാണ് എന്നെ തന്നെ. ഞാൻ പറയും കാറ്റടിക്കുന്നുണ്ടോ, വീഡിയോ എടുക്കുക അതെടുക്കുന്നൊക്കെ. എൻ്റെ വീഡിയോ എടുക്കണേക്കാൾ എൻ്റെ ഹസ്ബൻഡിന് തിരക്ക് അവിടുത്തെ ക്രൗഡും അവിടുത്തെ ആ ബ്രിഡ്ജും എടുക്കാനാണ്. എന്താണല്ലോ ഇത് നോക്ക് ഗായ്സ്, ഇതൊക്കെ ഒറിജിനൽ ഒന്ന് വെച്ച വരെയുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതൊന്നും കിള്ളി ചെവിയിൽ വെച്ചാലോ അവരൊന്ന് ചെവി. ഈ വ്ലോഗിൽ എന്തുണ്ടെന്ന് നിങ്ങൾ ചോദിക്കരുത്, എന്തെങ്കിലും ഉണ്ടാവും, കണ്ട് തൃപ്തി അടയുക. ചൈന കണ്ടില്ലേ നിങ്ങള്? അത് കണ്ടില്ലേ നിങ്ങള്? അത് കണ്ടാ? അത് കാൻടൺ ടവർ. നമ്മളത് ഈ പറക്കണ സാധനം കാണിച്ച് ആ പറക്കണ സാധനം ഇല്ലേ പറപ്പിക്കടാ. ആ സാധനം നമ്മുടെ പറയാണ് വാങ്ങാൻ. നമ്മുടെ അമ്പലപ്പറമ്പിൽ നമ്മൾ അതിനൊക്കെ വലിയ സാധനം വെച്ചിട്ടുള്ളൂ. ഇവരെ നമ്മളെ പറ്റിക്കാൻ നോക്കണം. അതിലൊന്നും പറ്റിക്കപ്പെടുന്നവരല്ല ഞങ്ങൾ ഈ മലയാളികൾ.
ഞങ്ങൾ ആൾക്കാരെ പറ്റിക്കും, പക്ഷെ ഞങ്ങളാരും പറ്റിക്കാൻ പറ്റില്ലെന്ന്. ഇപ്പൊ തന്നെ ആരെങ്കിലും പുക പിടിച്ചോ. പറത്തടാ, അവിടെയൊക്കെ പറത്തു. പുറത്ത്. ഇതിന്റെ ശരിക്കും ഒരു ഒറിജിനൽ കായുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഒറിജിനൽ സൂര്യകാന്തിയാണ്, പക്ഷെ കാണുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും, പക്ഷെ ഒറിജിനൽ സാധനം കണ്ടാ. ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിക്കാം, നിങ്ങൾ ഞെട്ടരുത്. നീ നമ്മുടെ ചിത്തിമന്താരം തുളസി പിച്ച നമ്മുടെ സാധനമൊക്കെ നാട്ടിലുണ്ട് കേട്ടാ. ഈ സാധനമൊക്കെ ഇതുണ്ട് നമ്മുടെ നാട്ടില്. ആണോ? അയ്യോ, ഇതെന്തൊരു ഭംഗിയാണല്ലേ. ഇതൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. ആൾക്കാർ ഇവിടെ കണ്ട അത്ഭുതത്തോട് നോക്കണ്ട. അതെന്താന്നറിയില്ല, ഇവിടുത്തെ എല്ലാവരും എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. ഞാൻ ഈ ബഗിളി പിടിച്ച് ആക്കണമെന്നറിയില്ല, പക്ഷെ എല്ലാവരും തുറിത്തുറാന്ന് തുറിച്ചു നോക്കുന്നു. ഫോട്ടോഗ്രാഫർ നിശ്ചൽ ഫ്രം ഇന്ത്യ. അതെ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ വർഗീസ്. മീറ്റ് വർഗീസ്. വർഗീസ് സജു. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ മീറ്റ് വർഗീസ്. കൊച്ചു ചിരിക്കണ്, അത്ര ചിരിക്കണ്ട. പുറത്തുണ്ട് കൊച്ചു കാണാൻ പോയി. പിച്ചാ മീനെടുത്താലാ? ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, അത് വേണ്ട, അതൊരു ഗുണ്ട കയ്യിൽ കണ്ടില്ല. എക്സ്ക്യൂസ് മീ മാഡം. ഞങ്ങൾ കാൽനട യാത്ര സിന്ദാബാദ്. പ്രകൃതി രമണീയനെയൊക്കെ കണ്ടു. എങ്ങനെയൊക്കെയോ ഒരു ടാക്സി പിടിച്ചു. ഇനി നമ്മൾ മാമുണ്ണാൻ പോവാണ്. നമ്മൾ അറബിക് റെസ്റ്റോറൻറ്റിലാണ് പോണത്. ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ കട ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെയുള്ളൂ സാധാരണ. നമ്മളിപ്പോൾ ഇന്ന് അറബിക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തി തിന്നാൻ പോവാണ്. അവിടെ ചെന്നിട്ട് കാണാം മന്തി കിട്ടും. എന്ത് കിട്ടും? എക്സ്ക്യൂസ് മീ സാർ, ക്യാൻ യു പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മൈ വീഡിയോ? കണ്ട, ഞാൻ എടുത്ത് വെക്കും ചൈനയുടെ ഓർമ്മയ്ക്ക്. ടണലിലൂടെ പോകുന്നു നമ്മൾ. വർഗീസേട്ടൻ തിരിഞ്ഞു നോക്ക്. കണ്ടാ, വർഗീസേട്ടൻ എപ്പോഴും ഫ്രണ്ട് സീറ്റ് വേണമെന്ന് ഒരേ നിർബന്ധം. വിശന്ന് കണ്ണ് കാണാതിരിക്കും. എന്തോ പറഞ്ഞ ചിരിച്ചനുസരിച്ച് ഞാൻ ചിരിച്ചനുസരിച്ച് നമ്മളങ്ങനെയാണോ? ഊസ് കുടിക്കാം, കുടിച്ചോ. കുടിച്ചിട്ട് നല്ലതാണ്. പിന്നെ കാണിക്കേ, ഈ ഇരിക്കുന്ന സാധനമില്ലേ, നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ അവരുടെ പ്ലേറ്റ് ഇരിക്കുന്ന അത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ, നമുക്കിത് നൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി കറക്കം കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി. നേരത്തെ പറഞ്ഞില്ലേ ഇവര് കുറെ ആൾക്കാർ എന്നെ തിരിഞ്ഞിരിഞ്ഞ് നോക്കണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവരെന്റെ മുടി കണ്ടിട്ട് നോക്കണതാ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴേക്കും അവിടുത്തെ പെണ്ണിന്റെ മുടിയൊക്കെ പിടിച്ചു നോക്കിയാൽ കട അടച്ചില്ല. ആ പെണ്ണിന്റെ മുടി പിടിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവരെന്റെ മുടി കണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ തുറിച്ചു നോക്കണേ. നമ്മുടെ നാട്ടിൽ മുടി ഇല്ലെങ്കിൽ നമ്മൾ തുറിച്ചു നോക്കണേ. മറ്റേ അമ്മച്ചിമാരി ഈ പെണ്ണിന് മുടിയില്ലല്ലോ, നമ്മളിവിടെ മുടി ഉള്ളവരെയാണ് ഇങ്ങനെ നോക്കണേ. ഇതെന്താ ഇത്ര മുടി വെക്ക്?
തിരിച്ച് ഫ്ലാറ്റിലെത്താൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ പോക്കോ. ബൈ.